പറമ്പും. വയനാട് വിഷന്റെ കൃഷി വിജ്ഞാന പരിപാടിയിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിലെ പ്രധാന കൃഷികളിൽ ഒന്നാണ് കാപ്പി കൃഷി. കേരളത്തിൽ കാപ്പി കൃഷിയുടെ തലസ്ഥാനം എന്നാണ് വയനാട് ജില്ലയെ വിശേഷിപ്പിക്കുന്നത്. സർക്കാർ പദ്ധതിയായ വയനാട് പാക്കേജിൽ കാപ്പി കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച വയനാട് കാപ്പി എന്ന ബ്രാൻഡിൽ വിൽക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ജില്ലയിൽ റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പി കൃഷിയാണ് കൂടുതൽ. കാപ്പി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അമ്പലവേൽ കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ നജീബ് നടുതൊടിയാണ്. ഉദ്ദേശം 1.5 വർഷം പ്രായമുള്ള തൈകളാണ് നമ്മൾ സാധാരണയായിട്ട് ഫീൽഡിൽ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നടുന്നതിന് ഒരു 2 മാസം മുമ്പ്, അതായത് ജൂൺ മാസത്തിന് ഒരു 2 മാസം മുമ്പ് തന്നെ നമുക്ക് ഒരു 1.5 അടി താഴ്ചയും വീതിയും അതുപോലെ അകലവുമുള്ള കുഴികളെടുത്ത് വെക്കണം. മഴയ്ക്ക് തൊട്ട് മുമ്പായി ഈ കുഴികൾ മേൽമണ്ണ് വെച്ച് നിരത്തണം. എന്നിട്ട് അതിനകത്ത് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് ഏകദേശം ഒരു 1/4 കിലോ കമ്പോസ്റ്റും അതുപോലെ 1/2 കിലോ റോക്ക് ഫോസ്ഫേറ്റും ചേർത്ത് മിശ്രിതത്തിൽ വേണം നമുക്ക് നമ്മുടെ തൈകൾ നടാനായിട്ട്. അപ്പോൾ നടാൻ വേണ്ടിയിട്ടുള്ള അകലം എന്ന് പറയുന്നത് നമ്മുടെ അറബിക്ക കാപ്പിയാണെങ്കിൽ 7 അടി അകലത്തിൽ നടാം. അതുപോലെ C/R കാപ്പികൾക്കാണെങ്കിൽ 8 മുതൽ 9 വരെ അടി അകലമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റോബസ്റ്റ കാപ്പിയാണെങ്കിൽ 10 അടി അകലത്തിലാണ് സാധാരണയായിട്ട് നമ്മൾ നടുന്നത്. ഇനി മറ്റു പരിചരണ മുറകൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് നട്ട് 1 മുതൽ 4 വർഷം വരെ നമുക്ക് ഫെർട്ടിലൈസർ വളം പ്രയോഗം നടത്തണം. അതായത് ഉദ്ദേശം നമുക്കൊരു 80 ഗ്രാം യൂറിയയും 150 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും അല്ലെങ്കിൽ സൂപ്പർ ഫോസ്ഫേറ്റ്, അതുപോലെ 60 മുതൽ 70 ഗ്രാം വരെ പൊട്ടാഷ്യം ഓരോ ചെടിക്കും കൊടുക്കണം. ഇനി നട്ട് ഒരു 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഒരു ചെസ്റ്റ്, അതായത് ഒരു 75 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് നമ്മൾ തലപ്പ് നുള്ളി കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞ് വരുന്നൊരു ഏകദേശം നമുക്കൊരു 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് പൂക്കളും കായ്ക്കളും ലഭിക്കും. ഇനി വരുന്ന പ്രധാന ഒരു കാപ്പിടുത്തം എന്ന് പറയുന്നത് ഒരു 4-5 വർഷത്തിൽ നമുക്ക് ഒരു 3 മുതൽ 5 കിലോഗ്രാം വരെ കാപ്പി ലഭിക്കും. ഇനി 5-ാം വർഷം മുതലാണ് ഒരു സുസ്ഥിരമായ ഒരു 5 മുതൽ 10 കിലോഗ്രാം വരെ കാപ്പിക്കുരു നമുക്ക് ചെടിയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം അതിനുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ കാപ്പി ലഭിക്കുന്ന ഒരു ചെടിക്ക് കൊടുക്കേണ്ട വളപ്രയോഗം എന്ന് പറയുന്നത് 1 ഹെക്ടറിലോട്ടുള്ള വളപ്രയോഗം പറയുന്നത്, അതായത് 250 മുതൽ 300 കിലോഗ്രാം വരെ യൂറിയ, 380 മുതൽ 450 വരെ കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, അതുകൂടാണ്ട് 150 മുതൽ 200 കിലോഗ്രാം വരെ പൊട്ടാഷ് എന്ന തോതിൽ രാസവളം മിശ്രിതം കൊടുക്കണം. ഇതിൻ്റെ ആദ്യ ഗഡുവായിട്ട് 110 കിലോഗ്രാം യൂറിയയും 250 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റും അതുകൂടാണ്ട് 80 കിലോഗ്രാം പൊട്ടാഷും നമ്മുടെ ഹാർവസ്റ്റ് കാപ്പി പറിച്ചതിന് ശേഷം പ്രൂണിങ്, അതായത് കമ്പ് കോതലിന് ശേഷം നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസത്തോടെ നമുക്ക് കൊടുക്കാം. അതുകൂടാണ്ട് ബാക്കി വരുന്ന വളത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഉദ്ദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തോടെ കൊടുക്കാം. ഇനി അതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് ജലസേചനമാണ്. ഇപ്പോൾ കാപ്പിയുടെ വിളവിനെയും അതുപോലെ തന്നെ കായിക വളർച്ചയും വളരെയധികം പ്രചോദിക്കുന്ന ഒരു കാര്യമാണ് ജലസേചന നന എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് നമ്മൾ നന കൊടുക്കുന്നത്. ഉദ്ദേശം നമ്മളൊരു 3 ആഴ്ച ഇടവിട്ടാണ് നനയ്ക്കേണ്ടത്. സ്പ്രിംഗ്ലർ രീതിയാണ് സാധാരണയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി വെള്ള സൗകര്യം അല്ലെങ്കിൽ നന സൗകര്യം ഇല്ലാത്ത തോട്ടങ്ങളിലാണെങ്കിൽ വരൾച്ചയെ പ്രതിരോധിക്കാനായിട്ട് നമുക്കൊരു പോഷക ലായനിയുടെ സ്പ്രേ കൊടുക്കാം. അതായത് ഒരു ജനുവരി മധ്യത്തോടെയും വീണ്ടും ഒരു മാസത്തിന് ശേഷവും 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോഗ്രാം യൂറിയ, 1 കിലോഗ്രാം സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, 3/4 കിലോഗ്രാം പൊട്ടാഷ്, അതുകൂടാണ്ട് 1 കിലോഗ്രാം സിങ്ക് സൾഫേറ്റ്, ഈ മൂലകങ്ങളെല്ലാം ലയിപ്പിച്ച് നമുക്ക് ജനുവരി മധ്യത്തോടെ ഒരു സ്പ്രേ കൊടുക്കാം. വീണ്ടും 200 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഒരു സ്പ്രേ കൊടുക്കാം. വീണ്ടും 1 മാസത്തിന് ശേഷം നമുക്ക് അതേ ലൈന് തന്നെ 200 ലിറ്റർ വെള്ളത്തിൽ വീണ്ടും ഒരു സ്പ്രേ കൂടെ കൊടുക്കാം. അതുകൂടാണ്ട് വരൾച്ച കൂടുതൽ ബാധിക്കുന്ന മേഖലകളിലാണെങ്കിൽ റാലിഡാൻ പോലെയുള്ള സ്വേദനം തടയുന്ന, ട്രാൻസ്പിരേഷൻ ലോസ് തടയുന്ന കെമിക്കൽസും നമുക്ക് ഉപയോഗിക്കാം. അതായത് 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് വരൾച്ച വരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വരൾച്ചയെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്.
ഇനി ഇതിനകത്ത് വരുന്ന മറ്റു ഓപ്പറേഷൻസാണ് കമ്പ് കോതൽ. കമ്പ് കോതൽ നമ്മൾ കവാത്ത് എന്ന് പറയും ലോക്കലി. അപ്പം അത് മെയിനായിട്ട് ചെയ്യുന്ന അവിടെ കാപ്പി പറിച്ചതിന് ശേഷം മണ്ണിൽ നല്ല ഈർപ്പം ഉള്ള സമയത്താണ് നമ്മൾ കമ്പ് കോതൽ പറയുന്നത്. അതുകൂടാണ്ട് സമയാസമയങ്ങളിൽ മേലോട്ട് വരുന്ന കമ്പുകൾ, അതായത് മുകളിലോട്ട് വരുന്ന കമ്പുകൾ സമയാസമയങ്ങളിൽ നീക്കം ചെയ്ത് കൊടുക്കണം. ഇനി അതിൽ കൂടാണ്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്പറേഷനാണ് തണലിൻ്റെ ക്രമീകരണം. അപ്പോൾ നമ്മൾ പല തണൽ വൃക്ഷങ്ങൾ ഇതിനകത്ത് അത്യാവശ്യമായിട്ട് നടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സിൽവർ ഓക്ക്, അതുപോലെ പ്ലാവ്, ഡഡാപ്പ് എന്ന് തുടങ്ങിയ വൃക്ഷങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാപ്പിക്കുള്ളിൽ. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഒരു 50 മുതൽ 60% വരെ തണൽ ലഭിക്കുന്ന രീതിയിൽ വേണം ഈ മരങ്ങളുടെ ഒരു അകലം ക്രമീകരിക്കാൻ. അപ്പം നമ്മുടെ കാപ്പിയുടെ മുകളിൽ നിന്ന് ഒരു 9 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിലുള്ള കമ്പുകളെല്ലാം തന്നെ വെട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ തണൽ ക്രമീകരിക്കേണ്ടത് പ്രധാനമായിട്ടും മെയ് മാസത്തോടെയാണ്. അതായത് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഈ കമ്പ് വെട്ടിക്കൊടുക്കണം തണൽ വൃക്ഷങ്ങളുടെ. ഇനി ഇതിനകത്ത് കാണുന്ന മറ്റൊരു ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാപ്പൊഴിച്ചിലാണ്. വളരെ വലിയ തോതിലുള്ള കാപ്പൊഴിച്ചിൽ കാപ്പിയിൽ ഉണ്ടാവാറുണ്ട്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് അന്നജത്തിൻ്റെ കുറവ് മൂലവും, അതുപോലെ അന്നജവും ഓക്സിൻ ഹോർമോൺ തമ്മിലുള്ള അനുപാതത്തിലെ വ്യത്യാസവും, അതുകൂടാണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൂടാണ്ട് മറ്റു പോഷകങ്ങളുടെ കുറവ് മൂലവുമാണ് സാധാരണയായിട്ട് കാപ്പൊഴിച്ചിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് ത്വരകങ്ങളായ ഹോർമോൺസായ പ്ലാനോഫിക്സ്, അതുപോലെ അഗ്രോണ, ഹോർമോണോൾ തുടങ്ങിയ ഹോർമോൺസ് നമുക്ക് ഒരു 50 മില്ലി 200 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാം. അതുകൂടാണ്ട് ഈ എല്ലാം നമ്മുടെ ഏകദേശം ഒരു ഡിസംബർ ജനുവരി മാസത്തോടെ പഴുത്ത് തുടങ്ങും. അപ്പം എല്ലാ ചെടികളിലും ഒരേ സമയത്ത് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹോർമോൺസ് ഉപയോഗിക്കാം. അതായത് എത്തഫോൺ അല്ലെങ്കിൽ എത്രൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോണാണ്. അപ്പോൾ അതൊരു റോബസ്റ്റ കാപ്പിക്കാണെങ്കിൽ 40 മുതൽ 55 മില്ലി വരെ 200 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ചിട്ടും, അതുപോലെ അറബിക്ക കാപ്പിക്കാണെങ്കിൽ 100 മുതൽ 200 മില്ലി എത്തഫോൺ 200 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ചിട്ടും നമുക്ക് സ്പ്രേ കൊടുക്കാം. കവുങ്ങിനും കാപ്പിക്കും വരുന്ന രോഗങ്ങളെക്കുറിച്ച് അതിന് കർഷകർ ശ്രദ്ധിക്കേണ്ട നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇനി കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ജൂലി എലിസബത്ത് നമ്മോട് വിശദീകരിക്കുന്നത്. ഇനി കാപ്പിയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് കാപ്പിയുടെ തൈകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് തൈ ചീയൽ എന്ന് പറയും. അത് വേനൽക്കാലത്ത് അതുപോലെ മഴ കുറയുന്ന സമയത്തൊക്കെ കാണപ്പെടാറുണ്ട്. അതിൻ്റെ ചുവട് ഭാഗത്ത്, അതായത് മണ്ണും തണ്ടും വേരും കൂടി ചേരുന്ന ഭാഗത്ത് ഈ മണ്ണിൻ്റെ പരപ്പിനോട് അടുത്താണ് ഇതിൻ്റെ ലക്ഷണം കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ബ്രൗൺ നിറത്തിലുള്ള ഒരു നിറവ്യത്യാസം കാണപ്പെടുകയും ആ ഭാഗം പിന്നീട് ചീഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡോ മിശ്രിതം, ഈ കാപ്പിയിൽ ബോഡോ മിശ്രിതം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് 1% 1/2% വീര്യമുള്ള ബോഡോ മിശ്രിതം വേണം ഉപയോഗിക്കാൻ വേണ്ടി. അത് ഒരു 45 ദിവസത്തെ ഇടവേളകളിൽ ഒഴിച്ചു കൊടുക്കുക ചുവട്ടിൽ. അതാണ് ഈ തൈ ചീയൽ രോഗത്തെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം. പിന്നീട് മഴക്കാലത്ത് പൊതുവെ കാണപ്പെടുന്ന മറ്റൊരു രോഗമാണ് ബ്ലാക്ക് റോട്ട് എന്ന് പറയും. കറുത്ത കായ ചീയൽ രോഗം എന്നാണ് പറയുന്നത്. അത് മൂപ്പെത്തിയ കായകളിലും അതുപോലെ പകുതി മൂപ്പായ കായകളിലും ഒക്കെ ഇതിൻ്റെ രോഗലക്ഷണം, അതുപോലെ ഇലകളിലുമൊക്കെ ലക്ഷണം കാണുന്നുണ്ട്. കായകളിൽ കാണപ്പെടുന്നത് അതിൻ്റെ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു നിറവ്യത്യാസം ഈ കായകൾ കാണപ്പെടുകയും പിന്നീട് അത് മുഴുവൻ കായകളെയും ബാധിക്കുകയും അത് പിന്നീട് ചീഞ്ഞ് അഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലകളിലാണ് രോഗം കാണുന്നതെങ്കിൽ ആ ഇലകളിലും ബ്രൗൺ നിറത്തിലുള്ള ഒരു നിറവ്യത്യാസമായിട്ടാണ് അത് പ്രത്യക്ഷപ്പെടുക. പിന്നീട് അത് ഇലകൾ മുഴുവൻ ഇതിൽ ഈ ചെടിയിൽ തന്നെ തൂങ്ങി നിൽക്കുന്നതായിട്ട്, കൊഴിഞ്ഞ് അതിൽ തന്നെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടും. അപ്പോൾ ഈ ഒരു രോഗത്തെ ഇത് വ്യാപകമായിട്ട് നമ്മുടെ ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിരോധ മാർഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കാലവർഷവും തുടങ്ങുന്നതിന് മുമ്പ് 1/2% വീര്യമുള്ള ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ 10 ലിറ്റർ ബോഡോ മിശ്രിതം 1/2% വീര്യമുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 ഗ്രാം വീതം കുമ്മായവും അതുപോലെ 50 ഗ്രാം വീതം തുരിശുമാണ് വേണ്ടത് 10 ലിറ്ററിലേക്ക്. അപ്പോൾ ഈ 50 ഗ്രാം വീതമുള്ള ഈ രാസവസ്തുക്കൾ 5 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് ഈ കുമ്മായത്തിൻ്റെ വെള്ളത്തിലേക്ക് തുരിശിൻ്റെ വെള്ളം
ഒഴിച്ച് അങ്ങനെയാണ് ഈ കാപ്പിക്ക് വേണ്ട 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കുമിൾനാശിനി കാലവർഷത്തിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇത് നമ്മൾ ആദ്യം ഒരു സ്പ്രേയിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 45 ദിവസത്തേക്ക് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അതിന് ശേഷം പിന്നീട് ഒരു തുലാവർഷത്തിന് മുമ്പ് ഒരു സ്പ്രേയിങ്ങും കൂടി കൊടുക്കുക. പിന്നെ മഴ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളതെങ്കിൽ 45 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി കൊടുക്കുക. അതുപോലെ തന്നെ രോഗം വന്നിട്ടുള്ള ഒരു തോട്ടമാണെന്നായിരിക്കും അവിടെ നമുക്ക് ഇതുപോലെ സ്പർശന ശേഷിയുള്ള കുമിൾനാശിനികൾ വെച്ച് നിയന്ത്രിക്കാൻ പോകരുത്. അതിന് ഹെക്സകോണാസോൾ അല്ലെങ്കിൽ പ്രൊപ്പിക്കോണാസോൾ എന്നൊക്കെ പറയുന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. അത് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേയിങ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇതൊരു സ്പ്രേയിങ് കൊണ്ട് മാറുകയില്ല. അപ്പോൾ ഈ അതിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കറുത്ത ചീയൽ രോഗം നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ആർദ്രത, നമുക്കറിയാം കോഫി പ്ലാന്റേഷനിൽ ഈ അന്തരീക്ഷ ആർദ്രത സാമാന്യം കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും മഴ നിൽക്കുന്ന സാഹചര്യം കൂടി ആകുമ്പോൾ അത് കൂടുതൽ വന്നിട്ട് ഈ കുമിളിന് പെരുകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. അപ്പം കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ തോട്ടത്തിലെ തണൽ വൃക്ഷങ്ങളുടെയൊക്കെ കമ്പെല്ലാം കോതിയിട്ട് അവിടെ നന്നായിട്ട് സൂര്യപ്രകാശവും അതുപോലെ എയറേഷനും കിട്ടാനുള്ള സാധ്യത ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യണം. ഇതോടൊപ്പം തന്നെ അതുപോലെ പ്രതിരോധ മാർഗമായിട്ട് സ്വീകരിക്കേണ്ട 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സ്പ്രേയിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കാപ്പിയെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് തുരുമ്പ് രോഗം അല്ലെങ്കിൽ റസ്റ്റ് എന്നൊക്കെ പറയും. അത് കാണപ്പെടുന്ന കാപ്പിയുടെ മൂപ്പത്തി ഇലകളിലാണ് പ്രധാനമായിട്ട് ഇത് വരുന്നത്. ഇലയുടെ അടിവശത്ത് ഒരു ഓറഞ്ച് കളറിൽ ഈ കുമിളിൻ്റെ തന്തുക്കൾ അല്ലെങ്കിൽ സ്പോറുകൾ വട്ടത്തിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണും. കുറച്ചുകൂടി ഈ രോഗം കൂടുമ്പോഴത്തേക്കും അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതൊരു മഞ്ഞ നിറത്തിലുള്ള നിറവ്യത്യാസമായിട്ട് കാണപ്പെടുകയും പിന്നീട് ഈ പറയുന്ന ഇലകളെല്ലാം ഈ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ഇലകളെല്ലാം ഒഴിഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രോഗത്തെ നിയന്ത്രിക്കാനും ഏറ്റവും ഫലവത്തായ മാർഗം തോട്ടത്തിൽ ഈ നന്നായിട്ട് ഈർപ്പം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ തണവൃക്ഷങ്ങളുടെയൊക്കെ കമ്പ് കൂടിയിട്ട് ആവശ്യത്തിന് സൂര്യപ്രകാശവും അതുപോലെ ആവശ്യത്തിനുള്ള ഈർപ്പം നിലനിർത്താനുള്ള മാർഗ്ഗങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുപോലെ പ്രതിരോധ മാർഗമായിട്ട് ചെയ്യേണ്ട ബോഡോ മിശ്രിതം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ കോപ്പർ ഹൈഡ്രോക്സൈഡ് പോലെയുള്ള കുമിൾനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് പ്രതിരോധ മാർഗമായിട്ടാണ്. ഒരിക്കലും നമ്മൾ ഡിസീസ് ഈ രോഗം ലക്ഷണം കണ്ടു തുടങ്ങിയാൽ സ്പർശന ശേഷിയുള്ള ഈ പറയുന്ന കുമിൾനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് മിക്കവാറും അതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കാർബൻഡാസിം അല്ലെങ്കിൽ പ്രൊപ്പിക്കോണാസോൾ പോലെയുള്ള അന്തർവ്യാപന ശേഷിയുള്ള കുമിൾനാശിനികൾ ഉപയോഗിക്കണം. അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് കാർബൻഡാസിം 1 ഗ്രാം 1 ലിറ്റർ വെള്ളമാണ്. മറ്റേതെന്ന് പറയുമ്പോൾ പ്രൊപ്പിക്കോണാസോൾ അല്ലെങ്കിൽ ഹെക്സകോണാസോൾ എന്ന് പറയുമ്പോൾ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴത്തേക്കും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പശയും കൂടി ചേർത്ത് സ്പ്രേയിങ് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇനി കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജൻ നമ്മോട് ഇതേക്കുറിച്ച് സംസാരിക്കും. കാപ്പിയുടെ ഏറ്റവും മാരകമായ ശത്രുവാണ് കായതുരപ്പൻ വണ്ടുകൾ. അപ്പോൾ അത് ഈ വണ്ടുകൾ പെൺവണ്ടുകൾ മുട്ടയിടുന്നത് കാപ്പിക്കുരുവിൽ തന്നെയാണ്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തുരന്ന് കാപ്പിക്കുരുവിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും അവിടെ ഇരുന്നിട്ട് കഴിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സമാധി ദശകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാപ്പിക്കുരുവിനെ പ്രധാനമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ കാപ്പിയുടെ ഏറ്റവും മുഖ്യ ശത്രു എന്ന് നമുക്ക് ഇതിനെ പറയാം. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് യഥാസമയങ്ങളിൽ വിളവെടുപ്പ് നടത്തുക, കായവിളവെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ ഷെയ്ഡ് റെഗുലേഷൻ, അധികം ഷെയ്ഡുള്ള ഏരിയാസിൽ ഷെയ്ഡ് റെഗുലേഷൻസ് നടത്തുക. പിന്നെ ഈ ആപ്ലിക്കേഷന് ആയിട്ട് പറയുന്നത് ബ്യൂവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലോർപാരിഫോസ് എന്ന് പറഞ്ഞ കീടനാശിനി 1.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ നമുക്ക് തളിക്കാം. കൂടുതലായിട്ട് തളിക്കുമ്പോൾ 600 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കീടമാണ് തണ്ട് തുരക്കുന്ന കീടങ്ങൾ. ഇളം തണ്ടുകളും തുറക്കുന്നു, അതുപോലെ വലിയ തണ്ടുകളും തുറക്കുന്നു. വെളുത്ത നിറത്തിലുള്ള തണ്ട് തുരപ്പൻ ഉണ്ട്. അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള 2 തരത്തിലാണ്, റെഡ് സ്റ്റെം ബോറർ ആൻഡ് വൈറ്റ് സ്റ്റെം ബോറർ. ഇപ്പോൾ തണ്ട് തുറന്നു കഴിഞ്ഞാൽ വണ്ട് തുറന്ന് മുട്ടയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പുഴുക്കൾ ഉള്ളിലുള്ള തണ്ടിനുള്ളിൽ ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നത് മൂലം ചെടികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു.
അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഇതുപോലെ തന്നെ ഷെയ്ഡ് റെഗുലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 200 മില്ലി 600 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ബിവേറിയ ബെസിയാന എന്ന് പറഞ്ഞ കുമിള് നമുക്ക് 20 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോല് ഉപയോഗിക്കാം. കൊമ്പ് ഇതിനകത്ത് ഷെയ്ഡ് ട്രീസ് ആയിട്ട് വളർത്തുന്ന സിൽവർ ഓക്ക് പോലുള്ള അധികം ഷെയ്ഡായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുക, ഷെയ്ഡ് റെഗുലേഷൻ നടത്തുക എന്നുള്ളതാണ്. ഷെയ്ഡ് റെഗുലേഷൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇതിന് തണൽ മരങ്ങളായിട്ട് നിർത്തിയിരിക്കുന്ന ഇതിൻ്റെ കൊമ്പ് കോതി പിന്നെ കൂടുതൽ ഷെയ്ഡ് തണൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഷെയ്ഡ് റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കീടമാണ് സ്കെയിൽ ഇൻസെക്റ്റ് അഥവാ ഗ്രീൻ സ്കെയിൽ ഇൻസെക്റ്റ് എന്ന് പറയുന്നത്, ശൽക്ക കീടങ്ങൾ. ഇത് നീരൂറ്റി കുടിക്കുന്ന ചെടിയുടെ അടിഭാഗത്തു നിന്നും ഇലയുടെ അടിഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇളം തണ്ടുകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നത് മൂലം ചെടികളുടെ ഇലകൾ പഴുത്ത് പിന്നെ പഴുക്കുകയും അതുമായിട്ട് ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നു. ആ ഭാഗങ്ങളിൽ ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നു. ഇവയെ നിയന്ത്രിക്കാനായിട്ട് സൈത്തയോൺ എന്ന് പറഞ്ഞ കീടനാശിനി 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യുനാൽഫോസ് 170 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോല് കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് ഇവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വെർട്ടിസീലിയം ലെക്കാനി എന്ന് പറഞ്ഞ ഒരു കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോല് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നോക്കാം കാർഷിക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. വരും ദിവസങ്ങളിൽ ജില്ലയിൽ മിതമായ മഴയും കാറ്റും പ്രതീക്ഷിക്കുന്നതിനാൽ കർഷകർ ജാഗ്രത പാലിക്കണം. നിലവിലുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ രോഗകീടബാധയ്ക്ക് സാധ്യത ഏറെയാണ്. ആയതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിക്കണം. ആദ്യം നെൽച്ചെടികളിൽ കുലവാട്ടം, പോളചീയൽ മുതലായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. പോളരോഗം, കുലവാട്ടം എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ 20 ഗ്രാം സീഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുന്നത് പ്രയോജനം ചെയ്യും. രോഗം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ മിശ്രിതം 2-3 തവണ കൂടി തളിക്കേണ്ടി വരും. കുലവാട്ടം രോഗം സാധാരണയായി കണ്ടുവരാറുള്ള സ്ഥലങ്ങളിൽ നൈട്രജൻ വളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കണം. അമ്ലത മൂലമുണ്ടാകുന്ന ഇലകരിച്ചിൽ വയനാട്ടിൽ വ്യാപകമാണ്. നെൽപ്പാടങ്ങളിൽ അമ്ലത ക്രമീകരിക്കാൻ ഏക്കറിന് 100 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. മേൽവളം ഇടുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കുമ്മായം ചേർക്കണം. ഗുണനിലവാരമുള്ള സ്യൂഡോമോണാസ് അമ്പലോയിൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഇനി തെങ്ങ്. നനയില്ലാത്ത തോട്ടങ്ങളിൽ 2ാം ഘട്ട വളപ്രയോഗം നടത്താം. തെങ്ങൊന്നിന് 500 ഗ്രാം യൂറിയ, 600 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 800 ഗ്രാം പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങൾ തടത്തിൽ ചേർത്ത് കൊടുക്കണം. തെങ്ങിൻ തോപ്പുകളിൽ കുത്തുകിള നടത്തുന്നത് നല്ലതാണ്. കൂമ്പുചീയൽ രോഗത്തിനെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക. ചെമ്പൻ ചെല്ലി, കൊമ്പൻ ചെല്ലി, ചെന്നീരൊലിപ്പ, മഹാളി മുതലായവയ്ക്കെതിരെ കർഷകർ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി കവുങ്ങ്. കൂമ്പുചീയൽ, മഹാളി മുതലായ രോഗങ്ങൾക്കെതിരെ ബോഡോ മിശ്രിതം തളിക്കണം. ടൊസിൻ സോഡ ചേർത്ത് തളിച്ചാൽ മിശ്രിതം പൂങ്കുലയിൽ പറ്റിപ്പിടിക്കും. കുരുത്തോലച്ചാഴിയുടെ ആക്രമണത്തിനെതിരെ ജാഗ്രത പാലിക്കുക. പുതിയ കവുങ്ങും തൈകൾ നടാൻ അനുയോജ്യമായ സമയം. ഇനി കുരുമുളകിന് വളപ്രയോഗം. 1 കൊടിക്ക് 75 ഗ്രാം യൂറിയ, 165 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 170 ഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ നൽകുക. ദ്രുതവാട്ടത്തെ ചെറുക്കാൻ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കോപ്പർ കോക്സിക്ലോറൈഡ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. തുടർന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഡ്രൈക്കോഡെർമ കൾച്ചർ വേപ്പിൻ പിണ്ണാക്കിൽ കൂട്ടിക്കലർത്തി തടത്തിൽ ചേർക്കാം. തടത്തിൽ പുതയിടുന്നത് ദ്രുതവാട്ടത്തിന്റെ കുമിളുകൾ മണ്ണിൽ നിന്ന് തണ്ടിലെത്തുന്നത് തടയും. ഇനി വാഴ. നേന്ത്രവാഴക്കുലകൾ വെട്ടിമാറ്റിയതിനു ശേഷം കന്നുകൾ ഇളക്കിയെടുക്കുക. സൂചിക്കന്നുകളാണ് നടുന്നതിന് നല്ലത്. വേരുകൾ നീക്കം ചെയ്ത ശേഷം കന്ന് ചാണകവെള്ളത്തിൽ മുക്കി ചാരം പൂശി 3-4 ദിവസം വെയിലത്ത് ഉണക്കണം. പിന്നീട് 2 ആഴ്ച തണലത്ത് മഴ നനയാതെ സൂക്ഷിച്ച് നടാൻ ഉപയോഗിക്കാം. നിലവിലുള്ള 4-5 മാസം പ്രായമായ വാഴകളിൽ കൂടിയ അന്തരീക്ഷ ആർദ്രതയും ഊഷ്മാവും കാരണം ഇലപ്പുള്ളി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. രോഗത്തെ പ്രതിരോധിക്കാൻ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തോട്ടം വൃത്തിയാക്കി സൂക്ഷിക്കുക. തടപുരപ്പന്റെ ആക്രമണത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി ഇഞ്ചി. മൃദുചീയൽ രോഗത്തെ ചെറുക്കാൻ ഡ്രൈക്കോഡെർമ, സീഡോമോണാസ് കൾച്ചറുകൾ ഉപയോഗിക്കുക.
സീഡോമോണാസ് കൾച്ചർ 10-15 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് തളിക്കുക. കൂടുതൽ ജൈവവളങ്ങൾ, നല്ല നീർവാഴ്ച, രാസവളങ്ങൾ കുറഞ്ഞ തോതിൽ പല തവണകളായി ചേർത്ത് കൊടുക്കുക മുതലായവ രോഗം വരാതിരിക്കുന്നതിന് സഹായിക്കും. രോഗം പിടിപെട്ട ചെടികൾ നശിപ്പിക്കുകയും ചുറ്റുമുള്ള മണ്ണ്, മാംഗോ സേബ് 3 മില്ലി ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിച്ച് കുതിർക്കുകയും വേണം. തണ്ടുതുരപ്പന്റെ ആക്രമണത്തിനെതിരെ ജാഗ്രത പാലിക്കുക. നരപ്പൻ രോഗം കാണുകയാണെങ്കിൽ തൈറാം 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു നിയന്ത്രിക്കാം. ഇനി ഏലം. വിളവെടുപ്പ് തുടരുന്നു. 2ാം ഘട്ട വളപ്രയോഗം നടത്താം. ഏക്കറിന് 33 കിലോഗ്രാം യൂറിയ, 75 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 50 കിലോഗ്രാം പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കണം. അഴുകൽ രോഗത്തെ പ്രതിരോധിക്കാൻ ബോഡോ മിശ്രിതം 500 മുതൽ 1000 മില്ലി ലിറ്റർ 1 മൂടിന് എന്ന തോതിൽ തളിക്കണം. തണ്ട്, പൂക്കുല, തുരപ്പിനെതിരെ ജാഗ്രത പാലിക്കുക. കടച്ചിയൽ രോഗത്തെ ചെറുക്കാൻ ട്രൈക്കോഡെർമ, സ്വീഡോമോണാസ് കൾച്ചറുകൾ ഉപയോഗിക്കുക. പുതിയ തൈകൾ നടാൻ അനുയോജ്യമായ സമയം. ഏലപ്പേനിനെതിരെ ജാഗ്രത പാലിക്കുക. ഇനി കാപ്പി. പോളിബാഗ് തൈകൾ നടാൻ അനുയോജ്യമായ സമയം. കായത്തുരപ്പിനെ നിയന്ത്രിക്കുവാൻ കാർബെയറിൽ 50 WP 4 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കേണ്ടതാണ്. പാടവും പറമ്പും ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.